സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. എനിക്ക് രാവിലത്തെ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ ഒരു ഡയലോഗാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എന്നെ പോലെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കഴിക്കാൻ പോകുന്നത് ആൽപ്പീനോടെ സൂപ്പർ ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാമെന്ന് കേട്ടോ. അപ്പോൾ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ, ഓട്സാണ്. അപ്പോൾ ഞാൻ പ്രീ വർക്കൗട്ട് കഴിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെയാണ്, നട്ട്സൊക്കെ ഉണ്ട്, എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതായത് കഴിച്ചിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നല്ല ഉഷാറൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് ഇത് ഭയങ്കര ക്ഷീണമാണ്. രാവിലെ പോകുന്നതുകൊണ്ട് ഒന്നും കഴിക്കാനും തോന്നില്ല. തുറന്നതും ഒരു പീനട്ടിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ, നല്ല മണമാണ്. പിന്നെ നട്ട്സൊക്കെ കുറച്ചുണ്ട്, പിന്നെ ഫുൾ ചോക്ലേറ്റ് ആണ്. അതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് കഴിക്കുന്നു. പ്രോട്ടീൻ ഓട്സ് ആണ്. നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അത് മേടിച്ചത്. ആമസോണിലാണ് മേടിച്ചത്. ഇതിൽ സിപ്പ് ലോക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റൊക്കെ തോന്നി. ഞാൻ ചോക്ലേറ്റ് ആയിരുന്നു ഫ്ലേവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ പാലും ഡേറ്റ്സ് ഓട്സൊക്കെ ഇട്ടിട്ട് ഒരു 3-4 സ്പൂൺ എടുക്കും കേട്ടോ. കുറച്ച് വലിയ സ്പൂണാണ്. അതൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം പൊമഗ്രാനറ്റ് ഒക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ രാവിലെ തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി. പിന്നെ ഇപ്പോൾ വർക്കൗട്ടിന് പോവുകയാണ്. രാവിലെ ഒക്കെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും ആ ഡേ ഫുള്ള്. പ്രത്യേകിച്ച് ഇന്ന് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പിന്നെ വന്നതും ഞാൻ കോഫി കുടിച്ചു. രാവിലെ ഓട്സൊക്കെ വെച്ചു പോയത് കൊണ്ട് അത്ര വിശപ്പൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ വന്ന് കുറേ ക്ലീനിങ് പരിപാടിയായിരുന്നു. ഇതൊക്കെ മാസത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ സോഫയൊക്കെ നീക്കിയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ കുറച്ച് എനർജറ്റിക് ആയിട്ട് തോന്നിയത് കൊണ്ട് അന്ന് കുറേ പണിയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് കുളിക്കാനൊക്കെ പോയത് കേട്ടോ. വർക്കൗട്ട് ചെയ്യണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ലൊരു ഉഷാർ തന്നെയായിരുന്നു. അപ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴേക്കും 11 മണിയൊക്കെ ആയി. പിന്നെ സ്വാമീനൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ എല്ലാവരുടെയും നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചു. പിന്നെ ദൈവത്തിനൊരു പൂവൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വെച്ചു കേട്ടോ. വീടൊക്കെ ക്ലീനിങ് ചെയ്തതിന് ശേഷം ഈ സാമ്പ്രാണിയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലാണ്. വീട് ഫുള്ള് ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം ഒരു ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ. എന്നിട്ട് ബിരിയാണി ഞാൻ കഴിച്ചു. പിന്നെ ബാക്കി എടുത്തു വെച്ചു കേട്ടോ. എല്ലാവരും വന്നിട്ട് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരത്തിന് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റി പഴംപൊരി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അത് ട്രൈ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തു, നീളത്തിൽ സാധാരണ നമ്മൾ പഴംപൊരിക്ക് ചെയ്യണ പോലെ തന്നെ അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് മൈദാപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മുകളിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അല്ലാണ്ട് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഡിപ്പ് ചെയ്യല ചെയ്യുക. ഇതിങ്ങനെ വെറുതെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 മുട്ടയും ഏലക്ക പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ ഈ മൈദയിൽ മുക്കി വെച്ചിട്ടുള്ള പഴവും പിന്നെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സേമിയയിലും കൂടിയിട്ട് ഒന്നിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതാണ് ഒരു ക്രിസ്പിനെസ് ഒക്കെ കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും. എന്നിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടാം കേട്ടോ. അപ്പോൾ സേമിയ ആയതുകൊണ്ട് അത് വേഗം മുരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 സൈഡും ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പഴം കുറച്ച് മധുരം കമ്മിയായിരുന്നു, ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഉണ്ണി നന്നായി.